എന്നെ വിലങ്ങിട്ട് കൊണ്ടുപോയിന്നും ഞാനിപ്പോൾ ജയിലിലാണെന്നും ജയിലിൽ കുത്തുന്ന ചിത്രം വരയ്ക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ കരുതി ഞാൻ ഒളിവിലാണ് പോലും, അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്നറിയോ, ഈ വ്യാജപ്രചരണം നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റീച്ചിൽ നിങ്ങൾക്ക് അരി വാങ്ങേണ്ട ഒരു ഗതികേട് എനിക്ക് സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ. നമസ്കാരം. അപ്പോൾ വിവാദങ്ങൾക്കൊക്കെയുള്ള മറുപടിയായിട്ട് ജസ്ന സലീം എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ യൂട്യൂബ് ചാനലിൽ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ആ വീഡിയോയിലാണ് എല്ലാവർക്കും ഉള്ള മറുപടി പുള്ളിക്കാരി തരുന്നത്. അപ്പോൾ ആ വീഡിയോ മുഴുവൻ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇതുവരെയും പുള്ളിക്കാരി ചെയ്ത തെറ്റ് എന്താണെന്നുള്ളത് മാത്രം പുള്ളിക്കാരിക്ക് മനസ്സിലായിട്ടില്ല. ബാക്കിയുള്ളവരാണ്, കോടതി ഉൾപ്പെടെയുള്ള ബാക്കിയുള്ളവരാണ് തെറ്റ് ചെയ്തത് എന്നുള്ള നിലപാടിലാണ് ഇപ്പോഴും പുള്ളിക്കാരി ഉറച്ചു നിൽക്കുന്നത്. അഹങ്കാരത്തിന് ഒരു കുറവ് സംഭവിച്ചിട്ടില്ല. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാം. കുറച്ച് ക്ലീശയാണ്, അതിനകത്ത് വേണ്ട ഭാഗങ്ങൾ മാത്രം ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളെ കുട്ടിക്കാലം തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് കള്ളത്തരം പറയരുത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പം നിങ്ങളുടെ വരുമാനം ഈ കള്ളത്തരത്തിൽ കൂടെയാണ്. അപ്പം നിങ്ങളുടെ കുടുംബം പോറ്റാൻ ഇപ്പം ജസ്ന സലീം എന്നുള്ളൊരു പേര് നിങ്ങൾക്ക് കിട്ടി അതുമ്മൽ ഇതാക്കുകയാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ എനിക്ക് കുറച്ച് ലെവളുമാരോടാണ് പറയാനുള്ളത്. നിങ്ങളുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പം എന്നെക്കുറിച്ച് എൻ്റെ പച്ചരിച്ച് തിന്നുക എന്നുള്ളതല്ലാതെ നിങ്ങൾക്കിപ്പോൾ വേറെ വഴിയില്ല. പിന്നെ അതേപോലെ ഒരു മൊയന്തൻ്റെ വോയിസ് ഞാൻ കേട്ടു. ഞാൻ പള്ളി കമ്മിറ്റിയിൽ നിന്ന് എന്നെ പുറത്താക്കുകയാണ് പോലും, പള്ളി കമ്മിറ്റി അങ്ങനെയാണ് പോലും ഇങ്ങനെയാണ് പോലും. എടാ മൊയന്തേ, ഞാൻ എന്നാടാ നിൻ്റെ പള്ളി കമ്മിറ്റിയിലെ ഇതിൽ വന്നത്? എൻ്റെ മഹൽ എവിടെയാണ് മൊയന്തേ? എൻ്റെ മഹൽ വരുന്നത് മാവിൻതോട്ടിലാണ്. എന്ന് വെച്ചാൽ ITA പള്ളിയിലാണ് എൻ്റെ മഹൽ വരുന്നത്. സമൂഹത്തിൻ്റെ മുമ്പിൽ ഇപ്പം ഞാനൊരു തെറ്റുകാരിയാണ്. ഞാൻ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചോളാണ്. ഒരു മതത്തിൽ നിന്നും മറ്റൊരു ദൈവത്തെ ഇത്രമേൽ വിശ്വസിച്ചതും ബഹുമാനിച്ചതും ഇത്ര വലിയ തെറ്റാണ് എന്നുള്ളത് നമുക്ക് ഓരോരോ അനുഭവങ്ങൾ കൊണ്ടാണല്ലോ മനസ്സിലാവുക. അപ്പോൾ എൻ്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ കേട്ടില്ലേ? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇപ്പോഴും പുള്ളിക്കാരിക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. പുള്ളിക്കാരിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. തെറ്റ് ചെയ്തത് ബാക്കിയുള്ള ഭക്തന്മാരും കോടതിയും എല്ലാവരും ചേർന്നാണ്. പുള്ളിക്കാരി നിരപരാധിയാണ്. കള്ളം പറഞ്ഞു പോലും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് യഥാർത്ഥത്തിൽ കള്ളം പറയുന്നത്? ജസ്റ്റ് തന്നെ പറയുന്നു കള്ളം പറയുന്നത് വലിയ തെറ്റാണെന്നുള്ളത്. എന്നിട്ട് ആ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ്? ജസ്നയാണ്. കപട ഭക്തി കാണിച്ച് വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിട്ട് അതിലൂടെ നേട്ടം കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് ജസ്ന മാത്രമാണ്. ഇപ്പോഴും പറയുന്നു തെറ്റ് ചെയ്തിട്ടില്ല അല്ലേ? ശരിക്കും ജസ്ന എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ളത് ഞാൻ വളരെ മാന്യമായ ഭാഷയിൽ പറഞ്ഞു മനസ്സിലാക്കി തരാം. ഇപ്പോ ഈ ഒരു കേസ് എടുത്തേക്കുന്നത് പോലീസുകാരല്ല, കോടതിയാണ്. കോടതിയുടെ നിർദ്ദേശപ്രകാരം, അതും ഹൈക്കോടതി, കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസുകാർ ഇപ്പൊ ഇങ്ങനെ ഒരു കേസ് എടുത്തേക്കുന്നത്. ചുമ്മാ ആരെങ്കിലും നിസ്സാരം എന്തെങ്കിലും ഒരു ഫേക്ക് ആയിട്ടുള്ള കംപ്ലൈന്റ് കൊടുത്തു എന്ന് പറഞ്ഞ് കോടതി ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കോടതിയിലിരിക്കുന്നവരെന്താ ചുമ്മാതിരിക്കുകയാണോ? അപ്പോൾ ഒരു കംപ്ലൈന്റ് കിട്ടിയ പാടെ അതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് മാത്രമേ കോടതി എന്ത് ചെയ്യത്തുള്ളൂ? കേസ് എടുക്കാൻ നിർദ്ദേശം കൊടുക്കത്തുള്ളൂ. അപ്പൊ അത് അന്വേഷിച്ച് ജസ്നയുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള വീഴ്ച വന്നിട്ടുണ്ട് എന്ന് കോടതിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇപ്പോ ജസ്നയുടെ പേരിൽ ഇങ്ങനെ ഒരു കേസ് എടുത്തേക്കുന്നത്. ഇനി ജസ്ന വിശ്വാസികളോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് ഞാൻ പറയാം. ജസ്ന ചോദിച്ചല്ലോ, വിശ്വസിച്ചതാണോ തെറ്റ്? ഒരിക്കലുമല്ല. വിശ്വസിച്ചതോ ഭക്തി ഉണ്ടായതോ ഒന്നുമല്ല തെറ്റ്. ഞാനൊരു കാര്യം പറയാം. വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഭക്തന്മാര് എനിക്ക് ഭക്തിയുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ കണ്ണന്റെ വലിയ ആരാധികയാണ് എന്നൊന്നും പറഞ്ഞ് വിളിച്ചു കൂവിക്കൊണ്ട് നടക്കത്തില്ല. ഇൻസ്റ്റഗ്രാമിൽ 24 മണിക്കൂർ റീൽ ഇട്ട് നടക്കുവോ? എന്തുമാത്രം നല്ല കറകളഞ്ഞ ഭക്തന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ആ ഭക്തന്മാരും വിശ്വാസികളും ഒന്നും തന്നെ ഞാൻ വിശ്വാസിയാണെന്ന് പറഞ്ഞുകൊണ്ട് 24 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കത്തില്ല. അപ്പോൾ അതിലൂടെ തന്നെ വ്യക്തമാണ് വിശ്വാസിയല്ല ജസ്ന എന്നുള്ളത്. ജസ്നയുടെ വിശ്വാസം എന്ന് പറയുന്നത് കപടമാണെന്നുള്ളത്. അതായത് ജസ്നയ്ക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെറും ഒരു ലേബൽ മാത്രമാണ് ജസ്നയുടെ വിശ്വാസം. അപ്പൊ ഈ ജസ്നയുടെ ഈ ഒരു വിശ്വാസം കാരണം എത്ര ഭക്തന്മാർക്കാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പോലുമുള്ള അവസരം നിഷേധിക്കപ്പെട്ടത്? ജസ്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയത് ഒരു തെറ്റല്ല. പക്ഷേ ക്ഷേത്രത്തിൽ പോയി ക്ഷേത്ര പരിസരത്തിലൂടെ നടന്ന് അനാവശ്യമായിട്ടുള്ള റീലുകളൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്തപ്പോഴാണ് അന്ന് ആദ്യം കോടതി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടത്. അന്ന് ഇടപെട്ടപ്പോൾ കോടതി പറഞ്ഞു, ഇനി ഇമ്മാതിരി പേക്കൂത്തുകളൊന്നും അവിടെ പോയി കാണിക്കാൻ പാടില്ല. അത് വിശ്വാസികൾക്ക് വേണ്ടിയുള്ളൊരു സ്ഥലമാണ്, അതൊരു ആരാധനാലയമാണ്, അപ്പൊ ആരാധിക്കാൻ മാത്രം അവിടെ പോയാൽ മതി എന്ന് കോടതി ഉത്തരവിറക്കി. എന്നിട്ട് ജസ്ന അതിനെ കാര്യമാക്കിയില്ല.
കോടതിയുടെ ഉത്തരവിനെ പോലും ലംഘിച്ചാണ് പിന്നെയും ഈ പരിപാടി ജസ്ന തുടർന്നത്. അത് തെറ്റല്ലേ ജസ്ന? തെറ്റ് തന്നെയാണ്. അതായത് പരമോന്നത കോടതിയാണ് ജസ്ന ലംഘിച്ചത്. കോടതിയുടെ ഉത്തരവിനെയാണ് വില കൊടുക്കാതിരുന്നത്. അത് തെറ്റ് തന്നെയാണ്, വലിയ തെറ്റാണ്. അങ്ങനെ അവിടെ ചെന്ന് റിയൽ എടുക്കാൻ പാടില്ല എന്ന് ഉത്തരവിട്ടിട്ട് അവിടെ ചെന്ന് റിയൽ എടുത്തതിലൂടെ വിശ്വാസ സമൂഹത്തെ മുഴുവനാണ് ജസ്ന അവഗണിച്ചത്. അത് ഏറ്റവും വലിയ തെറ്റാണ്. നമ്മുടെ കേരളത്തിലായതുകൊണ്ട് മാത്രമാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഇരുന്നത്. മറ്റ് സംസ്ഥാനത്തായിരുന്നു എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായേനെ. ജസ്നയുടെ ഈ ഒരു നിസ്സാരമെന്ന് ജസ്ന കരുതുന്ന പ്രവൃത്തി കൊണ്ട് മാത്രം വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായേനെ. നമ്മുടെ കേരളീയര് അങ്ങനെയുള്ള ആൾക്കാരല്ലാത്തത് കൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടായില്ല. മഹാഭാഗ്യം. എന്നാൽ ഇനി അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം വിശ്വാസികളുടെ മനസ്സിനെ ജസ്നയായിട്ട് വ്രണപ്പെടുത്തി. ഇപ്പോഴും കണ്ണടച്ച് ഇരുട്ടാക്കാതെ ഇരിക്കുക. ജസ്ന ചെയ്തത് തെറ്റ് തന്നെയാണ്. ജസ്ന വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ, കണ്ണനോട് അങ്ങനെ ബഹുമാനവും ഭക്തിയും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്ന ആദ്യം ചെയ്യുക എന്താണെന്ന് അറിയാമോ? ആ ആരാധനാലയത്തിൽ നിലവിലുള്ള നിയമങ്ങൾ ജസ്ന അനുസരിച്ചേനെ. അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു വിശ്വാസി ആരോടാണോ അവർക്ക് വിശ്വാസമുള്ളത് ആ ദൈവത്തിന്റെ ആരാധനാലയത്തിൽ എന്തെങ്കിലും നിയമങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നിയമങ്ങൾ അനുസരിക്കും, ബഹുമാനിക്കും. ഇപ്പൊ ജസ്നയെന്നല്ല, ഈ ലോകത്തുള്ള എല്ലാ വ്യക്തികളും അങ്ങനെയാണ്, എല്ലാ വിശ്വാസികളും അങ്ങനെയാണ്. അല്ലാതെ മറിച്ച് ബാക്കിയുള്ള വിശ്വാസികളെ മുഴുവനായിട്ട് അവഗണിച്ച് അവരുടെ അവസരങ്ങൾ നിഷേധിച്ച് അനാവശ്യമായിട്ടുള്ള ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്ത് ശല്യം ചെയ്ത് എന്തുമാത്രം പ്രഹസനമാണ് ജസ്ന കാണിച്ചത്. എന്നിട്ട് ഇപ്പോഴും വന്നിരുന്നു പറയുന്നു ഞാനൊന്നും ചെയ്തില്ല, ഞാനൊരു തെറ്റും ചെയ്തില്ല. ഇപ്പോഴും ഇങ്ങനെ വന്ന് വിളിച്ചു പറയുന്നതിലൂടെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമാണ് ജസ്ന ക്രിയേറ്റ് ചെയ്യുന്നത്. ജസ്ന ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ അത് വേറൊരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ഹിന്ദുക്കൾ മുഴുവനായിട്ട് ഇപ്പൊ ജസ്നയെ എന്ത് ചെയ്യുന്നു? പഴിക്കുന്നു. ഹിന്ദുക്കൾ മുഴുവനായിട്ട് കൂട്ടം ചേർന്ന് ജസ്നയെ ആക്രമിക്കുന്നു. ഈ രീതിയിലാണ് ഇപ്പൊ ജസ്ന സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയായിട്ടുള്ള വിശ്വാസികൾ ഒരു കാരണവശാലും റിയലും പോസ്റ്റ് ചെയ്ത് അയ്യോ എനിക്ക് കണ്ണനോട് ഭക്തിയാണ്, കണ്ണനോട് എനിക്ക് സ്നേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് 24 മണിക്കൂർ റിയൽ എടുത്തിടത്തില്ല. അങ്ങനെ റിയൽ എടുത്തിട്ടപ്പോൾ തന്നെ ജസ്നയുടെ കപട ഭക്തി എല്ലാവർക്കും മനസ്സിലായതാണ്. ഇനി കപടഭക്തി അല്ല, ജസ്നയ്ക്ക് ഭക്തിയാണുള്ളത് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്, ജസ്ന വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. തൂണിലും തുരുമ്പിലും കല്ലിലും പുല്ലിലും എല്ലാം ദൈവമുണ്ട്. ഇതെല്ലാം ദൈവ സൃഷ്ടിയാണ്. അപ്പൊ എവിടെ ഇരുന്ന് ഏത് ദൈവത്തെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ദൈവം കേട്ടോളൂ. ഇപ്പൊ ശ്രീകൃഷ്ണൻ എന്നല്ല, ഏത് ദൈവത്തെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ജസ്നയുടെ മതവിശ്വാസവും അങ്ങനെ തന്നെയല്ലേ? വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും മതി. അല്ലാതെ ഇങ്ങനെ പോയി പ്രഹസനമൊന്നും കാണിക്കേണ്ട കാര്യമില്ല. ഒരു തവണ കോടതിയിൽ നിന്ന് ഉത്തരവ് ഇറങ്ങിയിട്ട് പോലും ജസ്ന അത് അനുസരിച്ചില്ല. ബാക്കിയുള്ള ഭക്തന്മാർ അനുസരിക്കുന്നുണ്ട്. ദൂര സ്ഥലത്തു നിന്നൊക്കെ ഒരുപാട് ഭക്തന്മാര് ഗുരുവായൂർ ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. ഭഗവാനെ കണ്ട് തൊഴാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. അങ്ങനെ വന്ന് തൊഴുതതിനു ശേഷം ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് നിന്ന് ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് അവർക്കൊരു സന്തോഷമാണ്. അതൊരു മെമ്മറിയാണ്. ഞാൻ ഈ അമ്പലം വന്ന് വിസിറ്റ് ചെയ്തു, ഈ ദിവസം വന്ന് വിസിറ്റ് ചെയ്തു. അത് നമുക്ക് എന്നും നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാനുള്ളൊരു മെമ്മറി ആയിരുന്നു ഭക്തന്മാർക്ക്. എന്നാൽ ജസ്ന കാരണം അത് നിഷേധിക്കപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കിക്കൂ. ഒരു വലിയ സമൂഹത്തിന് അത് വിഷമം ഉണ്ടാക്കി എന്നുണ്ടെങ്കിൽ ജസ്ന മാപ്പ് പറയുക തന്നെ ചെയ്യണം. എന്നിട്ട് ഇപ്പോഴും മാപ്പ് പറയാൻ പോലും തയ്യാറാകാതെ ഞാനൊരു തെറ്റും ചെയ്തില്ലേ, എന്നെ എല്ലാവരും കൂടെ കൂട്ടം ചേർന്ന് അങ്ങ് ഒറ്റപ്പെടുത്തുവാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി ഈ അടവ് കൈ വെച്ചിരുന്നാൽ മതി. കുറച്ചുനാൾ മുമ്പ് ഈ അടവ് പ്രയോഗിച്ചിട്ടാണ് താങ്കൾ എന്ത് ചെയ്തത്? എല്ലാവരുടെയും സിമ്പതി പിടിച്ചു പറ്റിയത്. ഇനി പിന്നെ അതേ അടവ് തന്നെ പ്രയോഗിക്കുകയാണ് സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട്. ജസ്ന കലാകാരിയായിരിക്കാം, കല വിറ്റിട്ടായിരിക്കാം ജീവിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ കണ്ണന്റെ പടം വരയ്ക്കുകയോ ഇനി അത് 5000-നോ 10,000-നോ വിൽക്കുകയോ എന്ത് വേണേ ചെയ്തോളൂ, ഒരു വിഷയവും ഇല്ല. പക്ഷേ അതൊരു ആരാധനാലയമാണ്. അത് അവിടുത്തെ ആ പരിസരവും ആ കാര്യങ്ങളും ബഹുമാനിക്കണം. അവിടുത്തെ നിയമങ്ങൾ ബഹുമാനിക്കണം. അവിടെ പോകാൻ പാടില്ല, അവിടെ ചെന്ന് ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടില്ല, ചെയ്യാൻ പാടില്ല. അത് എല്ലാവർക്കും ബാധകമാണ്. ജസ്നയ്ക്ക് മാത്രമല്ല, എല്ലാവർക്കും ബാധകമാണ്. പിന്നെ ജസ്നയ്ക്ക് മാത്രം എന്താ പ്രശ്നം? ജസ്നയ്ക്ക് മാത്രം എന്താ എക്സ്ട്രാ എന്തെങ്കിലും സ്പെഷ്യൽ പ്രിവിലേജ് വല്ലതും ഉണ്ടോ? ഒരു പ്രിവിലേജും ഇല്ല. ജസ്ന ചെയ്തുകൊണ്ടിരിക്കുന്നത് ജസ്നയുടെ മതത്തിനെ പോലും ജസ്നയുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. പുള്ളിക്കാരി ചെയ്യുന്നത്, ഞാനൊരു മുസ്ലിം യുവതിയാണ്, മുസ്ലിം യുവതിയായിട്ടുള്ള ഞാൻ കണ്ണനെ പൂജിക്കുന്നു, കണ്ണനെ പ്രാർത്ഥിക്കുന്നു. അതാണ് പുള്ളിക്കാരിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജി വെച്ചിട്ടാണ് പുള്ളിക്കാരി ഇങ്ങനെ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഗുരുവായൂർ ക്ഷേത്ര പരിസരം പുള്ളിക്കാരി ഉപയോഗിച്ചു. അവസാനം ഇപ്പോൾ അത് വലിയ പ്രശ്നത്തിലേക്കൊക്കെ മാറി. കേരളത്തിലായതുകൊണ്ട് വലിയ വലിയ ദുരന്തങ്ങളൊന്നും സംഭവിച്ചില്ല. ഇനിയെങ്കിലും ദയവ് ചെയ്ത്
ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. വളരെ മാന്യമായ ഭാഷയിലാണ് ഞാൻ ഈ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം.